ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു റോസ്റ്റിംഗ് വീഡിയോയാണ് സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് മറ്റാരെയല്ല, പൈസ കൊടുത്ത് കപ്പടിച്ച് മാറ്റിയ PR ബേബിനെ തന്നെയാണ്. PR ബേബിനെ വെച്ച് ഇനി നമ്മൾ കുറേ ചിക്ലി ഉണ്ടാക്കും. പിന്നെ അല്ല, നമ്മൾ ലാസ്റ്റ് PR ബേബിനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു വീഡിയോ കണ്ട PR ബേബിയുടെ ഏതോ ഒരു അന്ധ ഫാൻ ഒരു പെങ്കൊച്ച് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. എൻ്റെ ഇജ്ജാതി കൊണപ്പേര് സംഭവം PR ബേബി ആ ഹൗസിനകത്ത് നിന്ന ടൈമിലാണെങ്കിൽ കൂടി PR ബേബിയുടെ കുറേ ഇമ്മാതിരി അന്ധ ഫാൻസും PRകളൊക്കെ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലും മെസ്സേജിലൊക്കെ വന്ന് ഇമ്മാതിരി അറ്റ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊച്ച് ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എക്സ്പോസ്ഡ് ആയിട്ട് കൂടി ഇജ്ജാതി വന്ന് കൊണപ്പീരും. ഞാൻ എന്നിട്ട് ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുള്ളൂ. അപ്പം ഈ ചെറിയ പ്രായത്തിൽ ഇമ്മാതിരി ഞരമ്പ് വർത്താനും ഞരമ്പ് രോഗിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനിങ്ങനെ ആലോചിച്ചു. കാര്യം ഇപ്പം PR ബേബിയുടെ അന്ധ ഫാൻ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരാധിച്ച് നടക്കുന്ന ഒരാൾ എന്നെ വന്ന് കൊണപ്പിച്ച് വീട്ടുകാരെ പറഞ്ഞു, നമ്മൾ തിരിച്ചും പറഞ്ഞു, 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 4 5 ഒക്കെ. അവസാനം എൻ്റെ അടുത്ത് പറയാം, നിന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് മെസ്സേജ് അയക്കുന്നത് അല്ലടാ എൻ്റെ പണി. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണാവോ എനിക്ക് മെസ്സേജ് അയച്ചത്? അപ്പം നേരെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചാ ഓക്കെ ഈ ശല്യം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചു. താണ്ടെ തൊട്ടടുത്തൊരു പുതിയതായിട്ടൊരു ഫേക്കടി തുടങ്ങി ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ തിരിച്ച് 2 വർത്തമാനം പറഞ്ഞപ്പോൾ അവിടെയും ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എന്താണെങ്കിലും ആ ബ്ലോക്ക് ചെയ്ത് പോയ വെങ്കൊച്ച് ആ ഞരമ്പ് രോഗി എന്താണെങ്കിൽ ഈ ഒരു വീഡിയോ വന്ന് കാണുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ടോക്സിക് ആയിട്ട് പറഞ്ഞെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. കാര്യം ഞാൻ കുറേ ഫിൽട്ടർ ചെയ്തിട്ടാണ് വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. എങ്കിലും ചിലത് അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോലും അങ്ങനെ തോന്നിയെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഫിൽട്ടർ ചെയ്യേണ്ട, റോ ആയിട്ട് തന്നെ സാധനം പോട്ടെ, പറയാനുള്ളതൊക്കെ അങ്ങ് പറയാം. അപ്പോൾ അതുകൊണ്ട് വീഡിയോക്കകത്ത് എന്തെങ്കിലും കൂടിപ്പോയി തോന്നിക്കഴിഞ്ഞാൽ മാമനോടൊന്നും തോന്നില്ലേ. എന്താണെങ്കിലും നമ്മുടെ PR ബേബി ലാസ്റ്റ് തൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ തംബ്നെയിൽ ഇങ്ങനെയാണ്, ഞങ്ങൾ മനസ്സ് തുറക്കുന്നു. നമ്മുടെ പ്രവീണുമായിട്ട് ഇട്ടേക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ ലവ് ചിഹ്നമൊക്കെ ഇങ്ങനെ തംബ്നെയിൽ ഇട്ടിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ തമ്മിൽ ലബ്ബാണോ? എന്താണെങ്കിലും നമുക്ക് വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ. സുഖമായിട്ടിരിക്കുന്നു. അത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ യൂട്യൂബ് വീഡിയോയുടെ റവന്യൂന്റെ 50% ഒന്നും കിട്ടിയില്ല, എന്നാലും കിട്ടുന്നതിന്റെ പകുതി %. എനിക്ക് വെറുതെ സമയം പോകാൻ വേണ്ടിട്ട് ഉറങ്ങി കിടക്കുവായിരുന്നു എത്ര ദിവസം. എത്ര മില്യണോ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയുടെ വ്യൂ? അത് ചിലതൊക്കെ 1 വന്നിട്ടുണ്ട്. ഇതിപ്പോ 2 മില്യൺ. ഇത് 2 മില്യൺ ഉറപ്പാണ്. ഇല്ലെങ്കിൽ 2 മില്യൺ കയറുകയാണെങ്കിൽ നിനക്ക് എന്റെ പകുതി ഗൈസ് എല്ലാം കണ്ടിട്ട് 2 മില്യൺ യൂസ് ആയി കൊടുക്കുക. 2 മില്യൺ 2 മില്യൺ കയറി കഴിഞ്ഞാൽ പകുതി കാശ്, അതും PR ബേബി നടന്നത് തന്നെ. PR വിനുവിന്റെ പൈസ മുഴുവനായിട്ട് കൊടുത്തു എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോഴാണ് പ്രവീണിന് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് പ്രവീണിന്റെ ഒരു ഇന്റർവ്യൂ അല്ലേ ഇവിടെ ചൂഴ്ത്തി എടുത്തത്, ഇസ്കി എടുത്തത്. കൊച്ചു കള്ളി. ഇനി കേരളത്തിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേറെ കടകളില്ല, എല്ലാ കടയും ഓടി ഉണ്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് പോലെ ഇനാഗുറേഷൻ, കാലിക്കറ്റ് ഇനാഗുറേഷൻ, ഇവിടെ ഇനാഗുറേഷൻ, അവിടെ ഇനാഗുറേഷൻ. ഇത് കോംപ്ലിമെന്റ് ആണോ അതോ നിർത്തി അങ്ങോട്ട് അപമാനിക്കുകയാണോ? എന്താണെങ്കിൽ ഈ ഒരു ഇനാഗുറേഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം പോയേക്കുന്ന ഇനാഗുറേഷനിൽ പറഞ്ഞേക്കുന്ന 2 ബൈറ്റ് ഉണ്ട്. ഞാൻ അതിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഒരു ലേഡി വിന്നർ ആയതിന്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല. എല്ലാ സീസണിലും മെയിൻ ആണല്ലോ എപ്പോഴും വിന്നർ ആവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് വിന്നർ ആയതിൽ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. PR മോള് പറഞ്ഞു വരുന്നത് ഒരു ലേഡി വിന്നർ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തെന്നുള്ള. ശരിയാണല്ലോ, എല്ലാവർക്കും ഇതൊരു ലേഡി വിന്നർ ആയതുകൊണ്ടാണല്ലോ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്നിട്ട് ഇതേ PR ബേബിയുടെ PRകൾ അന്ന് വിന്നറായിട്ട് പുറത്തിറങ്ങി വന്നപ്പം നേരെ ദിൽഷയായിട്ട് കമ്പയർ ചെയ്തുള്ള സ്റ്റോറീസ് ഒക്കെ ഇട്ടിരുന്നു. കാര്യം കണ്ടോ, ദിൽഷ അന്ന് വിന്നറായപ്പോഴും PR ബേബി വിന്നറായപ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്ത്രീ ആയതുകൊണ്ടാണെന്ന്. സ്ത്രീ ആയതുകൊണ്ടല്ലേ, കാണിച്ചു കൂട്ടിയേക്കുന്ന തോന്നിയാസങ്ങൾ ആയതുകൊണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ദിൽഷയായിട്ടൊക്കെ കമ്പയർ ചെയ്യാനെ കൊണ്ട് എന്ത് യോഗ്യതയാണ് നിങ്ങളുടെ PR ബേബിക്കുള്ളത്? എന്ത് യോഗ്യത? ഒരു യോഗ്യത പറഞ്ഞുതരുമോ? ഞരമ്പ് രോഗം, കമ്പി വർത്താനം, ഒളിഞ്ഞു നോട്ടം, ഇതിൽ ഏത് യോഗ്യതയാണ് പെടുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കൂടെ നിന്നവർ തന്നെ ലാസ്റ്റ് തള്ളി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ വിഷമം അതെങ്ങനെയാണ് അതിജീവിച്ചത്? അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ, അപ്പൊ ഞാൻ അത് അതിന്റെ എടുക്കുന്നു. ആർക്കും പലപ്പോഴും അതിശയൊന്നുമില്ല. ഇപ്പൊ ശൈത്യക്കാണെങ്കിലും ആദിലേക്കാണെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെ മറുപടി കൊടുക്കാനാണ്? സംഭവം കയ്യില് സ്വന്തം ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഹൗസിനകത്ത് ഇരുന്നപ്പോഴും ഇപ്പൊ ഞാൻ പറയില്ല, എല്ലാം പുറത്ത് വന്നിട്ട് പറയുന്നത്. പക്ഷെ പുറത്ത് വന്നപ്പോഴും ഒന്നും പറയുന്നില്ല. കാര്യം സംസാരിക്കൊന്നുമില്ല, ന്യായം സ്വന്തം ഭാഗത്ത് ഇല്ല എന്നുള്ളത് അറിയാവുന്നത് തന്നെയാണ് ഒന്നും സംസാരിക്കാണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ബിന്നി വന്ന് സംസാരിച്ചപ്പോഴും രന വന്ന് സംസാരിച്ചപ്പോഴും ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ PR ബേബിക്കില്ല. കാര്യം എന്തുവാ, സ്വന്തം ഭാഗത്ത് ന്യായമില്ലെന്നറിയാം, അതുകൊണ്ട് അണ്ണാക്കി പിരിവിട്ടിരിക്കുമല്ലോ. അതെന്തോ ഞാൻ ഇറങ്ങിയ ശേഷം കുറച്ച് വീഡിയോ കണ്ടു. എൻ്റെ വേറെ 2-3 പേര് പറഞ്ഞു, പേര് പറയുന്നില്ല. ഒരു ഷാനാസ്കടുത്ത് പറയായിരുന്നു, ഞാനും നീയും, അതായത് ഞാൻ ആ വ്യക്തിയടുത്ത് പറഞ്ഞു എന്ന് നമ്മൾ തമ്മിൽ ഒരു ലവ് കോമ്പോ പിടിക്കാൻ പോവുകയാണെന്നൊക്കെ. നിനക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെന്ന്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നു. അതെന്താ എല്ലാവരും മനസ്സിലാക്കാത്ത? ഈ ഒളിഞ്ഞു നോട്ടക്കാരുടെ അടുത്ത് നമ്മളല്ലേ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്?
ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യും, കിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ തോന്നിയാസങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല നമ്മുടെ PR ബേബി. PR ബേബി പ്രവീണുമായിട്ടൊരു കോംബോ ഒക്കെ പിടിക്കാൻ നോക്കിയത്. ഇവിടെ PR ബേബി എന്നാ പറയുന്നത്, ആര്യനുമായിട്ട് നോക്കി, പക്ഷെ സംഭവം നടന്നില്ല, ചീറ്റിപ്പോയി. അതിന്റെ ദേഷ്യമായിരുന്നു ജിസേലിന്റെ അടുത്ത്. അപ്പം നേരെ അവർ തമ്മിൽ വേറെ പരിപാടികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരുന്നു PR ബേബിയുടെ. ഓക്കെ, പക്ഷെ PR ബേബിയുടെ ആരും ഒന്നും പറയില്ല. ഇത് എന്ത് ഇങ്ങനെയൊക്കെ പറയണത്, ഇത് കണ്ണാടി നോക്കി പറയണം PR ബേബി. ഫസ്റ്റ് ഡേ വന്നപ്പോൾ നല്ല കൂട്ടായിരുന്നില്ലേ? ഇല്ല നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ കൂട്ടായത്. ആ 2 ദിവസം സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ എന്തിങ്ങനെ മാറിയിരുന്ന് കരയുന്നു, ഇവിടെ തൊട്ട് പിടിച്ച കരയുന്ന എന്തിനാ, പിന്നെ മനസ്സിലായി പാവല്ലേ പിന്നെ. ഓ അങ്ങനെയൊക്കെ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് നന്നത്. ഒന്ന് തിരിച്ചെടുത്ത് ഈ പോഷൻ മാത്രം കട്ട് ചെയ്ത ആൾക്കാർ എടുത്തിട്ട് എന്നെ അത് വിശ്വാസം വന്നില്ല. അത് മനസ്സിലായില്ല. 3 ദിവസം ഇഷ്ടമല്ലായിരുന്നു. ആദ്യത്തെ 3 ദിവസം എനിക്ക് ആ വീട്ടിൽ ആരും വിശ്വസിക്കാൻ ഒക്കത്തില്ലല്ലോ, ഗെയിം കളിക്കാൻ വന്നത്. നീ എപ്പിസോഡ് കണ്ടിട്ടല്ലേ വന്നത്? അത് കണ്ടിട്ട് അപ്പൊ ഞാൻ ഓർക്കെ നമുക്ക് ആരും വിശ്വസിക്കാം. പ്രേക്ഷകൻ എന്ന നിലയിൽ നീ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് ആരും വിശ്വാസമില്ല. ആരും വിശ്വസില്ല. ഇപ്പോഴും ആൾക്കാർക്ക് വിശ്വാസമില്ല കേട്ടോ, ആരും നല്ലത് ആരും ചിത്രം. അല്ല, പിന്നെ കയറി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ അത് തന്നെ എനിക്കിപ്പോ എക്സിറ്റ് ഇന്റർവ്യൂവിൽ നിന്നെ ജെനുവിനായിട്ട് തോന്നി, ഭയങ്കര ജെനുവിനായിട്ട് തോന്നി, അതില ജെനുവിനായിട്ട് തോന്നി, അവരൊക്കെ എനിക്ക് ജെനുവിനായിട്ട് തോന്നി. അവരെ കാരണം എന്താ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, അത് വേറെ ആരുമില്ല. പക്ഷെ അത് നീ ഭയങ്കര ജെനുവിനായിരുന്നു. PR ബേബി ഇപ്പൊ മനസ്സിലാലോചിക്കുക, നീയെങ്കിലും ഉണ്ടല്ലോടാ പൊന്നുവനെ എന്നെ പറ്റിയിട്ട് 2 വാക്ക് പറയാനൊക്കെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും പുറത്തിറങ്ങിയിട്ട് എന്നെ തെറി വിളിക്കുവാന്നേ, നീ മാത്രമേ ഉള്ളൂ എന്നെ പറ്റിയിട്ട് 2 വാക്ക് നല്ല പറഞ്ഞു, അതുകൊണ്ട് നീ പറഞ്ഞു. PR ബേബി ഇതിനകത്തുണ്ടല്ലോ, ബാക്കി പ്രവീൺ പറയുന്ന എന്ത് കാര്യത്തിൽ ഇടയ്ക്കൊക്കെ കയറി സംസാരിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് ഇങ്ങനെ തന്നെ പറ്റിയിട്ട് തന്നെ പൊക്കി പറയില്ല, നീ കൊള്ളാം, നീ പുളിയാണ്, കിടില്ല എന്ന് പറയുമ്പോൾ പറ ഇനിയും പറ, സൂപ്പർ, നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കുക എന്നൊരു മൂഡിലാണ് PR ബേബി ഈ ഒരു സാധനം കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് നേരത്തെ പറയുന്നുണ്ടല്ലോ, ആദ്യം വന്ന ടൈമിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നില്ല, കാര്യം നീ പുറത്തുനിന്ന് കണ്ടിട്ടല്ലേ വന്ന്, എന്നിട്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ PR നല്ല പണിയെടുത്തില്ല, എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല? അകത്ത് വന്നിട്ട് ആദ്യത്തെ 3 ദിവസം നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതെന്താടാ നിനക്ക് ഇഷ്ടപ്പെടാതെ? അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അതായത് ഈ അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ PR ബേബി വിചാരിക്കുന്ന ഒരു ട്രൂ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. എന്ത് തോന്നിയ കാണിച്ചാലും പൊക്കി പറഞ്ഞാൽ അവരാണ് ട്രൂ ഫ്രണ്ട്. ഞാൻ നിനക്ക് നമുക്ക് ഈ ഒരു കോമഡി പിടിച്ചു കോമഡി ഇല്ലേ, അല്ല ടാസ്ക് ഒരു ടാസ്ക് മറ്റേ നൂതില്ല ചെരുപ്പ് ഫാക്ടറി അല്ല എന്റെ മനസ്സിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ആണ്. PR ബേബി അങ്ങനെ ഒരു കോംബോ പിടിക്കാൻ നോക്കരുത്, പക്ഷെ മനസ്സിൽ ഞാൻ ഒന്നും വിചാരിച്ചില്ല. കാര്യം എടാ നിന്നെ ഞാൻ ഉപയോഗിക്കാൻ നോക്കിയാടാ, പക്ഷെ അതിന് മുന്നേ നിന്നെ ചവിട്ടി എല്ലാവരും കൂടെ പുറത്താക്കിയല്ലോടാ അപ്പൻ്റെ എന്നുള്ളതാണ് ഉദ്ദേശം. അത് PR ബേബിക്ക് എന്തും കാണിക്കാം, പക്ഷെ ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ബാക്കി ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രം തെറ്റിദ്ധരിക്കാം. അതാണ് PR ബേബിയുടെ ഒരു ലൈന്. അല്ല, വേറൊരു കോമഡി ഉണ്ടായി. അവസാനം നീ നീ ഒന്ന് ഹഗ് ആയിട്ട് കരയുന്ന പോർഷനില്ലേ, അത് എപ്പിസോഡിൽ വന്നില്ല. എന്നൊരു താഴെ ഇറങ്ങിയിട്ട് എല്ലാവരും എന്നോട് കമന്റ്, എത്ര അനുമോളെ വിശ്വസിക്കാൻ ഒക്കത്തില്ല, നിങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ അവള് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല, അനുമോള് കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ, അവളെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ആര്യം പോയപ്പോൾ ആര്യം എന്നെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്, അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പ്രശ്നമായി. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയൊക്കെയാ. തെറ്റിദ്ധാരണ ഒന്നും വേണ്ട, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതെ, ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നല്ലേ. അല്ല, PR ബേബി ആര്യനെ ഹഗ് ചെയ്തു, പ്രവീണിനെ ഹഗ് ചെയ്തു, അഭിലാഷിനെ ഇറങ്ങിപ്പോകുന്ന നേരം കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു, ജിഷിൻ കിസ് ചെയ്തിരുന്നു, നെവിനെ കിസ് ചെയ്തിരുന്നു. ഇതൊക്കെ PR ബേബി ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു സഹോദരി ബന്ധം എന്നുള്ളതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതേപോലെ തന്നെ ആയിരുന്നില്ലേ ഇപ്പം ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിൽ? അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ പോലും അല്ലെങ്കിൽ ആ ഷോ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവർ TRPക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ ജാസ്മിൻ ജാഫറിന്റെ വിഷയം തന്നെ അങ്ങനെ ഇല്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ പൊർട്രേ ചെയ്ത് കാണിക്കാൻ ആലോചിക്കണം. PR ബേബി ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ PR ബേബിക്ക് എന്ത് തോന്നിയാസവും തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും വിളിച്ചു പറയാം. പക്ഷേ PR ബേബിയെ മാത്രം ആരും ഒന്നും പറയാൻ പാടില്ല. അടഗൊമ്മാളെ അവിടെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ചെളിവാരി അറിയാനോ അവരെ പറ്റി മോശം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അതൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഒന്നത് കാര്യം. പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അവിടെ നടന്ന സംഭവത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ്, അവരിങ്ങനെ ഗെയിമിന് വേണ്ടി, എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ടാണ്. ഞാനേ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു PR ബേബി ഇനി ഒരു ഇന്റർവ്യൂവിനകത്ത് പോയി കഴിഞ്ഞാലാണെങ്കിൽ കൂടി ഈ ഹൗസിനകത്തെ കാര്യം ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അതിന് മറുപടി പറയില്ല. കാരണം എന്താണ്? വേണമെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ പോയി ചെക്ക് ചെയ്ത് നോക്കിയോ. കാരണം എന്താണ്? PR ബേബിയുടെ ഭാഗത്ത് ന്യായമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ്, ഒരു ഉത്തരം പറയില്ല. അത് ഉത്തരം പറഞ്ഞാൽ പോലും പാളിപ്പോ ഇത്രയും നാൾ ഒന്നാമതേ ആൾക്കാർ നാണം ഉണ്ടോടി ഈ കപ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനെ കൊണ്ടെന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കടന്ന് മെഴുകാനെ കൊണ്ട് വയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു മറുപടി പറയാത്തത്. പിന്നെ ചെളിവാരി എറിയുന്നില്ല എന്നുള്ള സാധനം പറഞ്ഞതല്ലോ. ഓൾറെഡി ആ ഹൗസിനകത്ത് നിന്ന ടൈമിൽ തന്നെ നല്ല രീതിയിൽ ആൾക്കാരെ ചെളിയും മണ്ണും എല്ലാം വാരി എറിഞ്ഞിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. മാക്സിമം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പുറത്തിറങ്ങിയിട്ട് ഇനി പ്രത്യേകിച്ച് എന്തോ കൊടുക്കാനാ? 25 പേര് അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, 100 ദിവസം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് തന്നെ. ജനുവിനായിട്ട് നിൽക്കുന്നവരുണ്ട്, ഫേക്കായിട്ട് നിൽക്കുന്നവരുണ്ട്.
അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗെയിമിന് വേണ്ടിയിട്ട് അത്രയും ദേഷ്യം കാണിച്ച് നിൽക്കുന്നവരുണ്ടല്ലേ, ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതേപോലെ ചില ആൾക്കാരുടെ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. തന്തയില്ലായ്മ പറയാ, ഞരമ്പുവർത്താനം പറയുക, കുൽസിതം പറയുക, ഇമ്മാതിരി പരിപാടികൾ കാണിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആണെങ്കിൽ ഒളിഞ്ഞു നോട്ടം, പിന്നെ ബാക്കിയുള്ളവരെ ഇടുന്നതിൻ്റെ ഉള്ളിലിടുന്ന അണ്ടർവെയർ ജെട്ടിയുടെ ഒക്കെ നിറം എന്താണ്, അത് അവർ ഇടുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ നെവിൻ്റെ അടുത്ത് അന്ന് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എടാ നീ ആകെപ്പാടെ നിനക്ക് 2 ജെട്ടിയുള്ള ഉള്ളൂ, നീ അതിൽ ഒന്ന് ഇന്ന കളർ ഒന്ന് മറ്റേ കളർ, നീ ചില ദിവസങ്ങളിൽ അത് ഇടാറില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഇടുകയുള്ളൂ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല സുഹൃത്തിൽ, അത് ഇവിടെ PRBB ആയിരുന്നു. അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെയാണ്, ഹൗസിനകത്തും ഒക്കെ ഇങ്ങനെയാണ്. ഇവിടെ പുറത്തിറങ്ങി എടുക്കുമ്പോൾ ഇതൊക്കെ ആമ്പിളേർ പുറത്തിറങ്ങിയുമ്പോൾ സൂക്ഷിച്ചോട്ടോ. പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ, ഞാൻ ജെനുവിനായിട്ടാണ് നിന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ നിന്നത്. പിന്നെ അത് മനസ്സിലായി. ഇത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. അല്ല അപ്പം ഈ നെവിൻ്റെ കാര്യം പറഞ്ഞാൽ അതും റിയൽ ലൈഫ് നമുക്ക് ബാക്കി കേൾക്കാം. ഇല്ല ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം. ഇതോ ഏത് കാർഡാണ് കൊളാബ്? അല്ല, ഇത് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഒന്നും ഇത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൊളാബ് ഏതെങ്കിലും ഒരു സാധനം സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? നിർത്തി അങ്ങ് അപമാനിക്കുവാന്നേ. എച്ചുകളിൽ എച്ചാണ് സുഹൃത്തുക്കൾ നമ്മുടെ PRBB. കാര്യം ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇത്രയും ദിവസം നിന്നിട്ട് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ ഉണ്ടായിരുന്ന ഈ ഒരു സീസണിൽ PRBBക്കാണ്. അത് പോരാത്തതിന് ഈ വിന്നിങ് പ്രൈസ്, അത് കൂടാഞ്ഞിട്ട് ഈ കാറ്, അങ്ങനെയുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇനാഗുറേഷൻസ് ഇതൊക്കെ കിട്ടിയിട്ടും സുഹൃത്ത് കൊടുത്തേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത്. സ്വന്തമായിട്ട് വാങ്ങിച്ചതല്ല. കാര്യം അത്രയും ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാവമാണ് ഗൈസ് നമ്മുടെ PRBB. അല്ല, കുക്ക് ചെയ്യോ? കുക്ക് വെച്ച് ഞാൻ ഈ കഞ്ഞി വെച്ചിട്ടില്ല. ഞാൻ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ മുമ്പൊക്കെ സഹായിച്ചു കൊടുക്കുമായിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കാം അത് അറിയാം എന്നുള്ള ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല, മീൻ കറി വെച്ചിട്ടില്ല, അതൊന്നുമില്ല. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരാൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, ഗസ് ചെയ്തുണ്ടാക്കും അങ്ങനെ. പിന്നെ ഞാൻ നമ്മുടെ MG സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു, അതിന്റെ ചേച്ചി ഹസ്ബൻഡ് പൊറോട്ട അടിക്കാൻ അറിയാം, പുള്ളിനെ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അറിയാം ഇങ്ങനെ മാവ് കുഴച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ആ ടൈമിൽ ഞാൻ ഒന്നും പഠിച്ച് നോക്കിയതാണ്, അതാണ് ഉണ്ടാക്കാൻ അറിയാം. ആ പ്രായത്തിന്റെ ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ കാർട്ടൂൺ വീഡിയോയിലും പറഞ്ഞു, ഞാൻ എല്ലാം അറിയാന്ന് പറഞ്ഞാൽ എല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ടോ, എല്ലാം അറിയാന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ പഠിച്ചിട്ട് പോകുന്നതല്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, പക്ഷേ എല്ലാം നമ്മൾ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇതിൽ എന്തൊക്കെ ഇട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ. അല്ല, ഞാൻ ഉണ്ടാക്കി പഠിച്ചിട്ടല്ല അങ്ങോട്ട് പോയത്. ഈ നുണച്ചിക്ക്, ഈ നുണകളുടെ മേലെ നുണകൾ പറയുന്ന ഒരു നുണമോളാണ് സുഹൃത്തുക്കളെ നമ്മുടെ PRBB. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ടാണ് കുക്കിംഗ് പഠിച്ചത് കഴിച്ചത്. എനിക്ക് കുക്കിംഗ് അറിയില്ലായിരുന്നു, ഒരു ചായ പോലും ഇടണമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ PRBB. ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണോ അതോ വലുതായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മാറിയതാണോ? നോണാമോള് ബാക്കി പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇപ്പം നമ്മളെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളും കുറെ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരെയും പറ്റി മോശം പറയുന്നു, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു. അത് എന്റെ ഇഷ്ടം എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല കേട്ടോ. എൻ്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് കഴിഞ്ഞ ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കണം. ഞാൻ അവിടെ കളഞ്ഞിട്ട് പോകുന്ന കാര്യമാണ്. നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ പോകണം. അല്ലാതെ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മളെ വെള്ളം പൂശാൻ നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. സമയം പോകും, നല്ല വിലപ്പെട്ട സമയം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്, അല്ലാതെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ല? ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ല. എടാ അത് എന്തിനാ നമ്മളെന്താ അവിടെ നടന്ന കാര്യങ്ങൾ ഈ പോയിട്ട് പരദൂഷണം പോലെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത്? എന്ത് നിഷ്കളങ്കയായിട്ടുള്ള, എന്ത് സാധുവായിട്ടുള്ള ഒരാണ് സുഹൃത്തുക്കളെ നമ്മുടെ PRBB. ആ ഹൗസിനകത്തിരുന്നുള്ള തന്തയില്ലായ്മ എല്ലാം വിളിച്ച് പറഞ്ഞ് കൂട്ടിയിട്ട് പുറത്ത് വന്ന് പറയാണ്. അതൊക്കെ അവർക്ക് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അവർ ഇന്റർവ്യൂസിനകത്ത് ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ PRBB അവിടെ കാണിച്ചേക്കുന്ന തെണ്ടിത്തരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. ഉള്ളവരും പറയാമല്ലോ. അങ്ങനെ അവർ അവരുടെ ഫ്രസ്ട്രേഷൻ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, PRBB കാണിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. ഇല്ലാത്തതൊന്നും ആരും വന്ന് പറയുന്നില്ലേ, ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് PRBBക്ക് ഞാൻ അങ്ങനെ ചെളിവാരത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈവൻ എന്നെ കുറെ ഇന്റർവ്യൂസിൽ വിളിച്ചു, എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ പോയി പറയാനോ പരദൂഷണം പറയുന്നോ പറയാനോ എനിക്ക് താല്പര്യമില്ല. അച്ചോടാ പാവട, PRBB പാവട, ആരൊന്നും പറയല്ലേടാ, ഇതൊരു നിഷ്കളങ്കയായിട്ടൊരു കുട്ടിയാടാ. അല്ല, PRBB ഈ പോകുന്നതിന് മുന്നേ മത്സരങ്ങളിൽ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിൽ രമ്യച്ചിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ടായി. അതായത് ഞാൻ കപ്പടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരും, ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇന്റർവ്യൂ തന്നിട്ടേ ഞാൻ വീട്ടിൽ പോകും എന്ന് പറഞ്ഞേക്കുന്ന ഒരാളാണ് നമ്മുടെ PRBB.
എന്നിട്ട് തിരിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ PR ബേബിയുടെ ഇന്റർവ്യൂ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ബേബിയുടെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആകും. ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ആണ് ഇപ്പം എമൗണ്ട് പറയുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളും ഈ ഒരു മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് ഈ ഇന്റർവ്യൂ വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാര്യം ഇത് വാങ്ങിച്ചിട്ട് ഈ സാധനം സെല്ല് ചെയ്യണമല്ലോ ഈ ഒരു കണ്ടന്റ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഈ 5 ലക്ഷം രൂപ പറഞ്ഞതിൻ്റെ ഇതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. ഈ സാധനം കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ നമ്മുടെ PR ബേബി കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്കീം ഇറക്കുന്നത്. ഓക്കെ, എന്നിട്ട് എനിക്കതിന് താല്പര്യമില്ല. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെല്ലാവരും വിചാരിക്കുന്നു അച്ചോടാ പാവട നമ്മുടെ PR ബേബി എന്നേ ആൾക്കാർ വിചാരിക്കുള്ളൂ. പിന്നെ നിങ്ങളെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. എടി ഞരമ്പ് രോഗി, എനിക്ക് മെസ്സേജ് അയച്ച് ഞരമ്പ് രോഗി, നീ ഇതൊക്കെ കാണടി. വേറെ കോൺട്രവേഴ്സി വേണോ? വേണ്ട കോൺട്രവേഴ്സി ചോദിക്കും, പറയാൻ ആൻസർ പറയല്ലോ, ഉറപ്പായിട്ട് പറയൂ. എനിക്കില്ല, ലൈൻ കട്ട് ചെയ്തേക്ക്. കണ്ടോ, അവക്ക് ഉത്തരവില്ല. കാര്യം എന്തുവാ, ഇതൊരു കൊനസ്റ്റ് ചോദ്യമായിരിക്കും. ഇനി ഇതിനൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനെ കൊണ്ട് പേടിയാണ് ഗൈസ്. അതിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. കാര്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നറിയാം. സ്വന്തം ഭാഗത്ത് ന്യായമില്ല. അതിനെ പറ്റിയിട്ട് തർക്കിച്ചാണെങ്കിൽ കൂടി അവിടെ ജയിക്കാൻ പറ്റൂല PR ബേബി. കാര്യം ന്യായം ഉണ്ടെങ്കിൽ അല്ലേടെ തർക്കിച്ച് ജയിക്കാൻ പറ്റുകയുള്ളൂ. ന്യായമില്ല. കാണിച്ചേക്കുന്ന തോന്നിയാസങ്ങളും തെണ്ടിത്തരങ്ങളൊക്കെ ആണെന്നുള്ളത് PR ബേബിക്ക് സ്വയമേ അറിയാം. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞേക്കാം. ഇത് നമ്മുടെ ചിത്ര ചേച്ചി തന്ന ഗിഫ്റ്റാണ് ഈ ഡയമണ്ട് റിങ്. അതെന്താണെന്നുള്ളത് എങ്ങനെ തന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോഴല്ലേ ഈശ്വര, ഇനിയും കുറെ അന്തം ഫാൻസിന്റെ അതുകൂടെ കേൾക്കണമല്ല. കണ്ടില്ലടാ, ചിത്രശേഷി വരെ PR ബേബിനെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നീയൊക്കെ എവിടെ കിടന്നിങ്ങനെ മൂങ്ങ എന്നുള്ളതായിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, PR ബേബി എവിടെയൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഞാൻ ഈ വൈറ്റ് വാഷ് വെള്ളം ഒഴിച്ച് ഞാൻ ചൊരച്ച് ഞാൻ കഴുകിക്കളെ. എല്ലാവരും മനസ്സിലാക്കണം PR ബേബി എന്താണെന്നുള്ളത്. പിന്നല്ലേ എടി ഇത്രയും ഇത് എന്താ എവിഡന്റ് ആയിട്ട് PR ബേബി എന്തൊക്കെയാ ചെയ്തെന്ന് മനസ്സിലായിട്ടും നമ്മൾ എന്തോ ഒരു വീഡിയോസിനകത്ത് സംസാരിക്കുന്നുണ്ട്, എന്നിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സൈഡിൽ നിന്ന് PR ബേബിയുടെ അതേ മൈൻഡ് സെറ്റുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള ഞരമ്പ് വർത്താനം പറയുന്ന, കുൽസിതം കാണിക്കുന്ന, അപ്പുറത്തെ ബെഡിലൊക്കെ ഒളിഞ്ഞു നോക്കുന്ന, മറ്റുള്ളവൻ ഉള്ളിലിട്ടേക്കുന്ന സാധനത്തിന്റെ കളർ ഏതാണെന്ന് നോക്കുന്ന, അവനത് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടില്ലയോ എന്ന് നോക്കിയും സ്വന്തം തന്ത നോക്കിയാൽ പോലും നീ ഒരു ഞരമ്പ് രോഗിയല്ലേ ഇവിടെ തന്തി എന്ന് പറയുന്ന, എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ആ പെങ്കുച്ചിനെ പോലെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ PR ബേബിയുടെ വിജയം. എന്താണെങ്കിൽ ഞാൻ ഇനി സംസാരിക്കും PR ബേബിയുടെ സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചോ ഇനിയും ചിക്കിളി ഉണ്ടാക്കും. വേറെ ഒന്നും കൊണ്ടൊന്നല്ല കേട്ടോ. കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അന്തം ഫാൻസിന് നല്ല പൊളിയുന്നുണ്ടല്ലോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.